ഞാനിപ്പോ എന്താ ചെയ്യാ? ഈ സോൾട്ട് എവിടുന്നാ കിട്ടുക? യൂണിവേഴ്സ് മുഴുവനും തെരഞ്ഞു നോക്കി, പക്ഷെ ഈ സോൾട്ട് എവിടെയാണെന്ന് യാതൊരു പിടിയില്ല. ഡോക്ടർ ട്വിൽ എപ്പോ വേണമെങ്കിലും വരാം. അവര് വരുന്നതിന് മുമ്പ് ഞാനിത് കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ കഥ തീരുമെന്നാ തോന്നുന്നത്. കിട്ടിപ്പോയി. ഒരു വിധത്തില് രക്ഷപ്പെട്ടു. സോൾട്ട് കിട്ടിയിരിക്കുന്നു. സോൾട്ട് കിട്ടിയിരിക്കുന്നു. എന്താ സോൾട്ട് കിട്ടിയോ? അതെ ഡോക്ടർ ടിൽ, എർത്തിലുള്ള വേദ സിറ്റിയിലാണ് ആ സോൾട്ട് ഇരിക്കുന്നത്. ഞാനാണ് ഡോക്ടർ ട്വിൽ. എല്ലാരെയാക്കും ചിൽ. കലക്കി ഡോക്ടർ. എന്ത് നല്ല ന്യൂസ് ആണിത്. ഇനി ബൈറോണിയം പവർ ഉണ്ടാക്കാൻ എന്നെ ആർക്കും തടുക്കാനാവില്ല. ആരെ കൊണ്ടും പറ്റില്ല. ബൈറോണിയം പവർ റെഡിയായാൽ യൂണിവേഴ്സിന്റെ ടൈമിനെ ട്രാക്ക് ചെയ്ത് ഞാൻ മുഴുവൻ യൂണിവേഴ്സിനെയും ക്യാപ്ചർ ചെയ്യും. ആ വേദ സിറ്റിയിലുള്ളവര് അത്ര പെട്ടെന്ന് നമുക്ക് സോൾട്ട് തരുമോ? അവര് തന്നെ എനിക്ക് സോൾട്ട് എടുത്ത് തരുന്ന രീതിയിൽ ഞാൻ നിർബന്ധിക്കും. ആദി, വേഗം വാ, നിനക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മേ, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ഞാൻ പോയി കുറച്ചു നേരം ഉറങ്ങട്ടെ. ആദി, ആദി, ഓ ഈ ചെറുക്കന്റെ ഒരു കാര്യം. എത്ര മനോഹരമായ സ്ഥലോ. ഓക്കേ ഗയ്സ്, റെഡി ആയിക്കോളൂ. സ്കീയിങ് ചെയ്യാം. ബൈ ഗയ്സ്. വേഗം വരണേ. ഒരുപാട് സമയം ഞാൻ കാത്തിരിക്കില്ല. ആദി, രണ്ടുപേരും മാറി നിൽക്ക. നോക്ക്.
താങ്ക് യു ശിവ. ആ യൂഡിയുടെ അടുത്തുനിന്ന് ഞങ്ങളെ രക്ഷിച്ചതിന്. യൂഡി, 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 നീ വിഷമിക്കണ്ട അച്ഛാ. ഞാൻ ചിരിച്ചതാണ്. Hi guys, it is nice to see you. എടാ യൂടി, നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ? അയ്യോ, ഇത് ഐസ് മോൺസ്റ്റർ ആണല്ലോ. ശിവ, നീ ശരിക്കും കാലക്കിട്ടുണ്ട്. ശിവ, രക്ഷിക്ക്. എന്നെ രക്ഷിക്ക്. എത്ര പേടിപ്പിക്കുന്ന സ്വപ്നമായിരുന്നു. എന്റെ അമ്മ രക്ഷപ്പെട്ടു. ഇതെന്റെ സ്വപ്നത്തിൽ വന്ന അതേ ഐസ് മോൺസ്റ്റർ പോലെ ഉണ്ടല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയാ സംഭവിക്കുക? എത്രയും പെട്ടെന്ന് ഈ കാര്യം ശിവയോട് പറയണം. ആ ശരി കുട്ടികളെ, വേഗം വീട്ടിലേക്ക് പോവാം. ഒരുപാട് സമയമായി. വേഗം വരൂ. ഇത്രയും വലിയ മോൺസ്റ്റർ എവിടെ നിന്നാണ് വന്നത്? അയ്യോ, ഇതെന്തായത്? അതൊരു ഐസ് മോൺസ്റ്റർ ആണ്. ഈ മോൺസ്റ്റർ എവിടെ വന്നെന്ന് അറിയുന്നില്ലല്ലോ. സോറി ഗൈസ്, ഈ ഐസ് മോൺസ്റ്ററിന്റെ ഇമാജിനേഷന്റെ റിസൾട്ടാ. നീ എന്താ ഈ പറയുന്നത് ആദി? ഞാൻ പറയുന്നത് വിശ്വസിക്കുക ഗൈസ്. രക്ഷിക്കൂ. ശിവ, വേഗം എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ ആ മോൺസ്റ്റർ ഈ വേദ സിറ്റി മുഴുവനും നശിപ്പിക്കും. ഡോണ്ട് വറി, പേടിക്കേണ്ട കുട്ടികളെ. എന്റെ ഗാനാലാപനം കേട്ട് കണ്ണാടി തന്നെ ഉടയുന്ന ഈ സമയത്ത് ഈ ഐസ് മോൺസ്റ്ററെ കുറിച്ചൊക്കെ എന്ത് പറയാൻ? മുത്തശ്ശനെ തടയണപ്പോ. മുത്തശ്ശ ഒന്ന് നിൽക്ക്. ഞാൻ ഐസായല്ലോ, ഇനി ഞാൻ എങ്ങനെ പാടും?
സമയത്തൊക്കെ പാടി ശല്യപ്പെടുത്തും. പക്ഷെ ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ തൊണ്ട എവിടെ പോയി? ശിവ, ഞാൻ നമ്മുടെ മുത്തശ്ശനകത്തേക്ക് കൊണ്ടുപോവാണ്. അയ്യോ, എന്നെ കൂടെ കൊണ്ടുപോ. ഞാനില്ലാതെ അദ്ദേഹം എങ്ങനെ സംസാരിക്കുക? എന്റെ അപ്പോ നമ്മുടെ കഥ പോക്കാന്നാ തോന്നുന്നത്. വണ്ടി നിർത്താ. അടങ്ങിയിരിക്കും പേടാറാം. നിനക്ക് കാണുന്നില്ലേ ഞാൻ വണ്ടി ഓട്ടുന്നത്? ലഡ്ഡു സിംഗ് ഇവിടെ ഉള്ളപ്പോ കുട്ടികളെ നിങ്ങൾ എന്തായി റോട്ടിൽ ചെയ്തോണ്ടിരിക്കുന്നത്? പ്രശ്നം എന്താ വെച്ചാ എന്നോട് പറ. ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ തല്ലി പൊളിക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന്. അതെ, എന്താണത്? ലഡു സിംഗ് സർ, ഇത് ഒരു ഐസ് മോൺസ്റ്റർ ആണ്. ഇത് ആദ്യത്തെ ഡ്രീമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓ, ഓടിക്കോ. ആ മോൺസ്റ്റർ നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. ഓടിക്കോ. ഇനി നമ്മൾ എന്താ ചെയ്യാ? കുട്ടികളെ, ഡോണ്ട് ഫിയർ വെൻ യുവർ ലഡ്ഡു സിംഗ് ഇസ് ഹിയർ. പേടറാം സർ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. അതെ, ഇവൻ എന്റെ മീതെ വീണിട്ട് അവനോടാണോ ചോദിക്കുന്നത്? അല്ല സാറേ, സാറ് ഇവിടെ എന്തായി ചെയ്തോണ്ടിരിക്കുന്നേ? ഞാൻ ഇവിടെ ഇരുന്ന് കൊതുവിനെ അടിക്കായിരുന്നു. എന്താ മനസ്സിലായോ? ഈ ഐസ് മോൺസ്റ്ററെ നശിപ്പിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഐസ് മെൽറ്റ് ചെയ്യണം. പക്ഷേ അതെങ്ങനെ? സോൾട്ട്, അതായത് സോഡിയം ക്ലോറൈഡ്. ഐസിന്റെ ടെമ്പറേച്ചർ കുറച്ച് ആ ഐസ് മൊത്തം മെൽറ്റ് ചെയ്യും. ഈ ഹ്യൂജ് മോൺസ്റ്ററെ മെൽറ്റ് ചെയ്യാനായി നമുക്ക് അത്രമാത്രം സോൾട്ട് എവിടുന്ന് കിട്ടും? ശിവ, എനിക്ക് അതിനെ കുറിച്ച് അറിയാം. ആ മോൺസ്റ്ററിനെ ഉരുക്കാൻ വേണ്ടിയിട്ടുള്ള സോൾട്ട് എവിടെ കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഐ നോ. ഗ്രേറ്റ്. അപ്പൊ ഞാൻ ആ മോൺസ്റ്ററെ ഡിസ്ട്രാക്ട് ചെയ്യാം. നിങ്ങൾ എല്ലാരും കൂടി റോട്ടില് ഉപ്പിടണം. ഓൾ ദി ബെസ്റ്റ് ശിവ. ആ.
അവൻ ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കുമെന്ന്. പൊട്ടിത്തെറിച്ചു. ലഡു സിംഗ് സാർ വേഗം വണ്ടി എടുത്തോ, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നമ്മൾ കൊടുങ്ങും. ഓക്കെ ഓക്കെ. മെൽറ്റ് ആയതിനു ശേഷം ഇത് കുറച്ചും കൂടി ഡേഞ്ചറസ് ആയല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും? അവര് വെള്ളത്തിൽ മുങ്ങുമ്പോഴേക്കും രക്ഷിക്കണം. വേഗം പോയി അണ്ടർഗ്രൗണ്ടിലുള്ള ഡ്രൈൻസ് ഓപ്പൺ ചെയ്യണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കണേ, ഞങ്ങളൊന്ന് രക്ഷിക്കണേ. ഹലോ വേദാ സിറ്റി. ഞാനാണ് ഡോക്ടർ ട്വിൽ. എല്ലാരെയാക്കും ചിൽ. ഫ്രം ദി വൺ ആൻഡ് ഓൺലി സ്റ്റോം ഫാൽക്കൺ. ഐ ഹോപ്പ് ആദിത്യയുടെ ഡ്രീമിൽ നിന്ന് വന്ന ആ മോൺസ്റ്റർ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് വളരെ ത്രില്ലിംഗ് ചില്ലിംഗ് ആയിരിക്കുന്നു അല്ലേ? അല്ലേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ നിങ്ങളാണ് മോൺസ്റ്ററെ അയച്ചത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേദാ സിറ്റിയുടെ മൊത്തം സോൾട്ടും വേണം. എന്ത് സോൾട്ടോ? ഇംപോസിബിൾ. Well, നിങ്ങളുടെ കയ്യിൽ ലാസ്റ്റ് 48 hours ബാക്കിയുണ്ട്. എന്റെ ഡിമാൻഡ്സ് അനുസരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു കുട്ടിയുടെ മാത്രമല്ല എല്ലാ കുട്ടികളുടെയും ദുസ്വപ്നത്തിൽ നിന്ന് മോൺസ്റ്റേഴ്സിനെ വെളിയിൽ കൊണ്ടുവന്ന് ഈ മുഴുവൻ വേദാ സിറ്റിയും നശിപ്പിക്കും. Have a great night. Over and out. ഓഹോ, അത് ശരി. അപ്പൊ ഈ ഏലിയൻസ് നമ്മുടെ അടുത്ത് സോൾട്ട്, അതായത് ഉപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലേ? ചേടാ, ഇത് വളരെ സിമ്പിളായ ഡിമാൻഡ് ആണല്ലോ. നമുക്കത് എളുപ്പത്തിൽ കൊടുക്കാലോ. ഈ വേദാ സിറ്റിയിൽ ഒരുപാട് സോൾട്ട് ഉണ്ടല്ലോ, നമുക്ക് കൊടുക്കാം ശിവ. അല്ല യുഡി, ഇത് അത്ര സിമ്പിൾ ഒന്നും അല്ല. സോൾട്ടിന് വേണ്ടി ഒരുത്തൻ ഇത്രയും ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ അത് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിക്കുക. ഡ്യൂട്ടി റിപ്പോർട്ടിംഗ് സാർ. അവൻ ആ സോൾട്ട് വെച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. നീ പറഞ്ഞത് കറക്റ്റ് ആണ് ശിവ. ഇതിന്റെ പുറകെ തീർച്ചയായിട്ടും എന്തോ ഈവിൾ ഇന്റൻഷൻ ഉണ്ട്. സോൾട്ട് അവരുടെ പ്ലാനറ്റിൽ ഉണ്ടാവാറില്ല. ബൈറോണിയം പൗഡർ ചെയ്യാൻ അവരുടെ അടുത്ത് ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമേ കുറവുള്ളൂ. അത് ഉപയോഗിച്ച് മൊത്തം യൂണിവേഴ്സിന്റെ ടൈമും ക്യാപ്ചർ ചെയ്യാം. അതിനുവേണ്ടി നമ്മളോട് സോൾട്ട് ചോദിക്കുന്നത്. നമ്മൾ ആ സോൾട്ട് അവന് കൊടുത്താൽ ഈ മൊത്തം യൂണിവേഴ്സും അവൻ റൂൾ ചെയ്യാൻ തുടങ്ങും. അതൊരിക്കലും സംഭവിക്കാൻ നമ്മൾ അനുവദിക്കരുത്. ജെറ്റ് പാക്ക് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നീ പറന്നു പോകും. അയ്യോ,
ശിവ എന്തെങ്കിലും ചെയ്യ്. ശിവ ഈ ജെറ്റ് പാക്കിൽ എന്തൊക്കെയോ ശബ്ദം വരുന്നുണ്ട്. രക്ഷിക്കൂ. എന്താ അത്? നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. ശിവ ആ ജെറ്റ് പാക്ക് വെറുതെ ആയിപ്പോയി. ഇനിയിപ്പോ നമ്മൾ സ്റ്റോം ഫാൽക്കണിലേക്ക് എങ്ങനെയാ പോവാ? ശിവ എനിക്ക് എന്താ കിട്ടിയിരിക്കുന്നത് നോക്കി. അതെന്താണ് രേവ? ഇതൊരു റിംഗാണ് ശിവ. ഞാൻ ഇതൊന്ന് വൃത്തിയാക്കി തരാം. ഒരു മിനിറ്റ്. ഹായ്, ഞാനാണ് സോഡ്. മിൽക്കി വേ ഗാലക്സിയുടെ ട്രാൻസ്പോർട്ടർ ആണ്. നിങ്ങൾക്ക് ഗാലക്സിയിലെ ഏത് സ്ഥലത്തേക്കാ പോവേണ്ടത്? കണ്ടില്ലേ രേവ? സോഡ് നമ്മുടെ പ്രോബ്ലം മൊത്തം സോൾവ് ചെയ്തു. സോഡ് നിങ്ങൾക്ക് ഞങ്ങളെ ഡോക്ടർ ട്വെലിന്റെ സ്റ്റോം ഫോക്കിന്റെ അടുത്ത് കൊണ്ടാക്കാൻ പറ്റുമോ? താങ്ക് യു ഫോർ കമ്മിങ്. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാ വന്നത്? നിങ്ങളല്ലേ എന്നെ വിളിച്ചത്? കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാന്നേ. പോകരുത്. ഒരു മിനിറ്റ്. ഞാനൊരു തമാശ പറഞ്ഞതാ. ഇതൊരു ഇന്റർ ഗാലക്റ്റിക് റൈഡ് റിംഗ് ആ. ആണോ? ഇതിന്റെ സിഗ്നൽ കിട്ടിയതും ഗാലക്സി റൈഡർ റൈഡ് പിക്ക് ചെയ്യാൻ പോയേ മതിയാകൂ. I can't believe it. എന്റെ ഈ റിംഗിന്റെ സിഗ്നൽ കാരണം നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെ സ്റ്റോം ഫോൾക്കനിലേക്ക് കൊണ്ടാക്കാൻ പോവായിരുന്നോ? വാവ്, എന്ന് വെച്ചാ ഇതിൽ കയറി ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും മിൽക്കി വേവ് ഗാലക്സി കാണാലോ. വൺ റിംഗ് വൺ റൈഡ്. ആൻഡ് യെസ്, ഈ റിംഗ് അത്ര എളുപ്പത്തിൽ കിട്ടില്ല. അല്ല, നിങ്ങൾ എങ്ങനെയാ ഞങ്ങളുടെ ഭാഷ സംസാരിക്കുന്നേ? ട്രാൻസ്റ്റോണിക്, അതാണ് എന്റെ ട്രാൻസ്ലേറ്റർ. അത് മിൽക്കി വേ ഗാലക്സിയിലുള്ള എല്ലാ ഭാഷയും ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നാ പോയാലോ? എനിക്ക് രണ്ടുപേർക്ക് മാത്രമേ റൈഡ് തരാൻ കഴിയൂ. ആരാണോ ഈ റിംഗ് തേച്ചിട്ട് റൈഡ് റിക്വസ്റ്റ് ചെയ്യുന്നത് അവർ തീർച്ചയായും വന്നേ മതിയാകൂ. അല്ലെങ്കിൽ റൈഡ് ക്യാൻസൽ ആവും. ബൈ രേവ. ബൈ ശിവ. എന്റെ ബോട്ടിലേക്ക് വരൂ. സോട്ടിന്റെ സ്പേസ് ഷിപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫാൽക്കനകത്ത് ഒരു 2.0.0 വേർഷനുള്ള ചിപ്പുണ്ട്. നിങ്ങൾ സ്പേസ് ഷിപ്പിലുള്ള കൺട്രോൾ റൂമിനകത്ത് പോയി ഈ ചിപ്പ് ഡിസ്ലൊക്കേഷൻ ഡ്രൈവിലെ പ്ലഗ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ മിഷൻ കംപ്ലീറ്റ് ആവൂ. അതിനുശേഷം ഡോക്ടർ ട്വില്ലിന്റെ സ്പേസ് ഷിപ്പ് നിങ്ങളുടെ എർത്തിൽ നിന്നും പുറത്തേക്ക് പോയിക്കോളൂ. പക്ഷേ എങ്ങനെ? നമ്മൾ അവരുടെ ഡിസ്ലൊക്കേഷൻ ഡ്രൈവ് കൊണ്ട് നമുക്ക് അവരുടെ സ്പേസ് ക്രാഫ്റ്റ് ഇവിടെ നിന്നും ഒരുപാട് ദൂരേക്ക് അയക്കാം. അത് ശരിയാണ്. ആ പിന്നെ ഈ
ഗ്ലാസസ് വെച്ചോളൂ. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ ഈ ഗ്ലാസ് എന്തായാലും സഹായിക്കും. ട്രസ്റ്റ് മീ. എന്നാ പിന്നെ നിങ്ങളെ പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. വരുന്നേ. സ്റ്റോം ഫാൽക്കൺ സോൾജേഴ്സിന്റെ ഹോളോഗ്രാം. ഈ ഡിസ്ഗൈസ് ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. അതെ, നമ്മുടെ സൈസും വലുതായി. നിങ്ങൾ ജയിക്കുമെന്ന് തോന്നുന്നു. ഡോക്ടർ ടില്ലിനെ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഗാലക്സിയിലെ എല്ലാവരും വളരെയധികം സന്തോഷിക്കും. ഉറപ്പാ? ഓക്കേ, നിങ്ങൾ ടെലിപോർട്ടേഷൻ റെഡിയാണോ? വേഗം വാ. ഓൾ ദ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞാൻ നിങ്ങൾക്ക് തന്ന ടിപ്സും ഗാഡ്ജറ്റ്സും ശരിയായ സമയത്ത് ഉപയോഗിക്കൂ. ഓക്കേ? ഓക്കേ. ഈ ഹോളോഗ്രാം 15 മിനിറ്റ് വർക്ക് ചെയ്യോ? ഞാനത് അവരോട് പറഞ്ഞോ ഇല്ലയോ? വേഗം വാ രേവ, ഇവിടെ ആരുമില്ല. ശിവ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ടെൻഷൻ അടിക്കല രേവ. തീർച്ചയായിട്ടും അവർക്ക് നമ്മളെ കണ്ടെത്താനാവില്ല. നമ്മളിപ്പോ ആ ഗ്രൂപ്പിന്റെ ഒപ്പം ജോയിൻ ചെയ്യണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ കൺട്രോൾ റൂം അന്വേഷിക്കണം. വരൂ രേവ, നമുക്ക് അവരെ ഫോളോ ചെയ്യാം. നിങ്ങൾ എന്താ ഇത്ര സ്ലോ ആയിട്ട് നടക്കുന്നത്? വേഗം വരൂ. ശിവ, അവിടെ നോക്ക്. അവിടെ സോൾജേഴ്സ് ഉണ്ട്. ഇവിടെ സെക്യൂരിറ്റി കൂടുതലാണ്. ടെൻഷൻ അടിക്കല്ലേ. ഒന്ന് സമാധാനമായിട്ട് ഇവിടെ നടക്കുന്ന എല്ലാം അബ്സർവ് ചെയ്യാം. എന്ത് പറ്റി ശിവ? കൺട്രോൾ റൂം അവിടെയാ ഉള്ളതെന്ന് തോന്നുന്നു. ഞാൻ അപ്പുറത്ത് പോവാം. നീ ഇവിടെ നിന്ന് എല്ലാം നോക്കിക്കോ. വാ രേവ, നമ്മുടെ വഴി ക്ലിയർ ആണ്. നമുക്ക് കൺട്രോൾ റൂമിലേക്ക് പോവാം. ടെൻഷൻ അടിക്കണേ, എന്റെ ഒപ്പം വാ. പാസ്കോഡ് അറിയാം. അത് പിന്നെ അല്ല, അതാരാ? ശിവ, ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ആക്സസ് കാർഡ് കിട്ടി. വെൽ ഡൺ രേവ. ഇപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ചിപ്പ് കണ്ടുപിടിക്കണം. ഇതല്ല. അവരെവിടെ അത് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. വാ, ഇവിടെ ഒന്നും കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വാ, വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാം. ഓക്കേ ശിവ, വാ. എന്റെ ഡിസ്ഗൈസ് എവിടെ പോയി? ശിവയോട് ഈ കാര്യം പറയണം. ശിവ, ഒന്ന് നിൽക്ക്. ശിവ, ശിവ. എന്ത് പറ്റി രേവ? ഒന്ന് വേഗം വാ ശിവ. ശിവ, നമ്മുടെ ഡിസ്ഗൈസ് പെട്ടെന്ന് മായമായി പോയി. ഡോണ്ട് വറി രേവ, നമ്മുടെ മിഷനിൽ നമ്മൾ തീർച്ചയായിട്ടും ജയിക്കും. Intruder, no match found. Intruder, no match found. ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്? Intruder, no match found. ഈ രണ്ടുപേരും ആരാണ്? എവിടെ നിന്നാണ് വന്നത്? രേവ, അവർ കാര്യം അറിഞ്ഞെന്ന് തോന്നുന്നു. അവരെ രണ്ടുപേരെ വേഗം പിടിക്കേ. Laser activated. ശിവ, ഇപ്പൊ എന്ത് ചെയ്യാം? രേവ,
ലേസറിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം? ഇപ്പൊ എന്ത് ചെയ്യും ശിവ? സോട്ട് എന്റെ അടുത്ത് ഒരു ഗ്ലാസ് തന്നിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ ഗ്ലാസ് സഹായിക്കും. ശിവ, യു ലുക്കിംഗ് ഗ്രേറ്റ്. ജീവന് വേണ്ടി ഇവിടെ ഓടുമ്പോഴാ നീ ഇങ്ങനെ ഇതെന്ത് മാജിക്കാ ചെയ്യുന്നെന്ന് നോക്കാം. ശിവ, നീ ഇപ്പൊ എന്താ കാണുന്നേ? ഒന്നും കാണുന്നില്ല. എന്ത്? അതെ രേവ, എല്ലാം ഡാർക്ക് ആയിട്ടാണ് ഉള്ളത്. ഒന്നും കാണാൻ കഴിയുന്നില്ല. ശിവ, നീ കാണുന്നത് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കെന്തോ ഈ ഗ്ലാസസ് നമ്മുടെ സെൻസസ് ഒക്കെ വളരെ ഷാർപ്പാക്കി മാറ്റുന്നത് കൊണ്ട് നമുക്ക് കാഴ്ചശക്തിയുടെ ഒരു ആവശ്യവും ഇല്ലെന്ന് തോന്നുന്നു. ഇത് കൊള്ളാം ശിവ, ഇനി നമുക്ക് രക്ഷപ്പെടാം. ഇവരെ 4 ഭാഗത്ത് നിന്നും വളഞ്ഞേക്ക്. ശിവ, സോൾജേഴ്സ് സൂക്ഷിച്ചു. എന്താ ഇത്? ഞാൻ സറണ്ടറായി. വാ, ഷിപ്പ് അന്വേഷിക്കാം. ശരി ശിവ, വാ. ഈ ചെറുക്കൻ വലിയ ബുദ്ധിശാലിയാണല്ലോ, പക്ഷെ ഞാൻ അവനേക്കാളും ബുദ്ധിശാലിയാണ്. ശിവ, അത് ഗോൾഡൻ റിവർ. ശിവ, പുറകെ ചുമരുണ്ട്. വലയിൽ വീണു. എന്ത് സ്ഥലം ഇത്? നല്ല ഇരുട്ടാണല്ലോ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഞാനാണ് ഡോക്ടർ ട്വെൽ. എല്ലാരെയാക്കും chill. Earthlings, നിങ്ങൾ എനിക്ക് ഗുഡ് ന്യൂസ് തരാൻ വന്നതാണോ? നിങ്ങളുടെ ആളുകൾ എനിക്ക് സോൾട്ട് തരാൻ റെഡിയാണോ? ഞങ്ങളത് തീർച്ചയായിട്ടും നിനക്ക് തരില്ല. കാരണം നിന്റെ എല്ലാ ഈവൽ പ്ലാൻസിനെ കുറിച്ചും ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. 2.0.0 നമ്മൾ ഇതെല്ലാം അന്വേഷിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നോക്കിക്കോ. ഇവിടെ ആരെന്ന് നിങ്ങളുടെ ആളുകൾ അറിയാൻ സമയമായി കഴിഞ്ഞു കൊച്ചു കുട്ടികളെ.
കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഡോക്ടർ, ഇന്ന് ഞങ്ങൾ നിങ്ങളെ ചിൽ ചെയ്യാം. ശിവ, നീ ഓക്കേ അല്ലേ? Yes, I'm all right. ഇനി നിനക്ക് രക്ഷപ്പെടാനാകില്ല. എല്ലാവരും എവിടെ പോയി? Reva, വേഗം പോ. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? വാ, നമുക്ക് അപ്പുറത്ത് പോവാം. Reva, quickly. Reva, jump. നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. Reva, അവിടെ നോക്ക്, കൺട്രോൾ റൂം. വേഗം പോ, വേഗം. കഥ കടഞ്ഞു പോയല്ലോ. ഇപ്പൊ നമ്മൾ എങ്ങനെ അകത്തേക്ക് പോകുന്നത്? കഥകൾ ലോക്കായി കഴിഞ്ഞല്ലോ. ഡോണ്ട് വറി രേവ, അകത്തേക്ക് പോവാൻ വേറൊരു വഴി തീർച്ചയായിട്ടും ഉണ്ടാവും. എന്ത് പറ്റി? ഇപ്പൊ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്ത് വഴിയാ ശിവ? ടെലിപ്പോർട്ടേഷൻ ഡിവൈസ് നിന്റെ അടുത്ത് ഇല്ലേ? എന്റെ ശിവ, ദാ. ശിവ, നീ എന്താ ചെയ്യുന്നത്? നോക്ക് രേവ, ഇപ്പൊ നമ്മളുടെ അടുത്ത് 2 ഗേറ്റ് വേസ് മാത്രമേ ബാക്കിയുള്ളൂ. മറ്റ് എല്ലാ എൻട്രി എക്സിറ്റ് പോർട്ടൽസും അടഞ്ഞു കഴിഞ്ഞു. നമ്മുടെ അടുത്തുള്ള ലോസ്റ്റ് വഴി ഇതാണ്. ഈ ഗേറ്റ് വേ യൂസ് ചെയ്ത് എനിക്ക് എങ്ങനെയെങ്കിലും ആ കൺട്രോൾ റൂമിനകത്ത് പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ഒരാൾക്ക് മാത്രമേ ഭൂമിക്ക് തിരിച്ചു പോകാൻ കഴിയൂ. ഇതല്ലാതെ നമ്മുടെ അടുത്ത് വേറെ വഴിയൊന്നുമില്ല. ഡോക്ടർ 12 എത്രയും പെട്ടെന്ന് ലോക്ക്ഡൌൺ സക്സസ്ഫുൾ ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യും. അപ്പോഴേക്കും നമ്മൾ ഈ സ്പേസ് ക്രാഫ്റ്റ് ഒരുപാട് ദൂരത്തേക്ക് അയക്കണം. ഇല്ല ശിവ, എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ കഴിയില്ല. വേണ്ട ശിവ, ശിവ, ശിവ. ബൈ രേവ. രേവ, എന്ത് പറ്റി രേവ? ശിവ എവിടെ? രേവ, പറയേ പ്ലീസ് രേവ, ശിവ എവിടെയാണ്? ശിവ ഇനി തിരിച്ചു വരില്ല. ശിവ, ശിവ.
ശിവ എന്ന് വിളിച്ചോ? ശിവ ശിവ പക്ഷേ നീ പോയതിനു ശേഷം ഞാൻ കൺട്രോൾ റൂമിന്റെ അകത്ത് പോയി. ഡിസ്ലൊക്കേഷൻ ഡ്രൈവ് സ്ട്രോങ് ഫാൽക്കന്റെ മെയിൻ കൺട്രോളിന്റെ അകത്ത് ഇട്ടതിനു ശേഷം ടെലിപ്പോർട്ടേഷൻ ഡിവൈസിൽ മറ്റൊരു ഗേറ്റ് വേ ബാക്കിയുള്ളത് ഞാൻ കണ്ടു. സ്റ്റോൺ ഫാൽക്കനിലേക്ക് ടെലിപ്പോർട്ട് ആവുന്ന സമയത്തിൽ നമ്മൾ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. അപ്പോൾ ഒരു ഗേറ്റ് വേ മാത്രമേ യൂസ് ആയുള്ളൂ എന്ന് തോന്നുന്നു. ഡോക്ടർ ട്വില്ല് ശരിക്കും കുടുങ്ങിയല്ലോ. ഇനി ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും.